ഹലോ, എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബൈനറി ടു ഡെസിമൽ കൺവേർഷനാണ്. ICTയിലെ ബൈനറി ടു ഡെസിമലാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നിങ്ങൾക്കറിയാം ഡെസിമൽ ടു ബൈനറി ആണ്. അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബൈനറി ടു ഡെസിമലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള 1100 11001 അങ്ങനെയുള്ള ബൈനറീസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ നമ്മൾ ഡേ ടു ഡേ ഉപയോഗിക്കുന്ന ഡിജിറ്റ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ബേസിക്. ഇതിൽ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ബൈനറിക്കും ഓരോ നമ്പറിനും ഓരോ പ്ലേസ് വാല്യൂ കൊടുക്കുന്നുണ്ട്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് നിൽക്കുന്ന സ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വാല്യൂ. അത് 2ൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് 2^2, 2^1, 2^3 അങ്ങനെയൊക്കെ ആ ഒരു ഇതിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്ലേസ് വാല്യൂ കൊടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, നിങ്ങൾക്കതിൽ പ്ലേസ് വാല്യൂ സിമ്പിളായിട്ട് കിട്ടും. അതായത് നിങ്ങൾ ഇപ്പോൾ 1102 1101 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൽ 1 എന്നുള്ളതാണ് ഏറ്റവും ലെഫ്റ്റിലുള്ള വാല്യൂ. ഈ 1 ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ റൈറ്റ് മോസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ വാല്യൂ കണക്കാക്കും. ഏറ്റവും റൈറ്റ് മോസ്റ്റിലുള്ള വാല്യൂ പിന്നെ നമ്പർ ഏതാണോ അതിന് നമ്മൾ എന്ത് ചെയ്യും, 2^0 കൊടുക്കും. 2^0 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനി തൊട്ട് മുമ്പുള്ളതിന് അതിൻ്റെ വാല്യൂ കൊടുക്കുക 2^1 ആണ്. അതിന് തൊട്ട് മുമ്പുള്ളത് 2^2 ആണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് 2^3 ആണ്. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് നമ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, 2^4, 2^5 അങ്ങനെയാണ് നമ്മൾ നമ്പർ കൊടുക്കുക. ഇത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പിന്നെ ഡെസിമൽ നമ്മളെങ്ങനെ ബൈനറി എങ്ങനെ ഡെസിമലാക്കുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും റൈറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വാല്യൂ കണക്കാക്കേണ്ടത്. ഒന്നുകൂടി പറയാം, ഇപ്പോൾ 110010 എന്നുണ്ടെങ്കിൽ ഈ നമ്പറിന് ഏറ്റവും റൈറ്റിലുള്ളതാണിത് അല്ലേ, ടോപ്പ് മോസ്റ്റ് റൈറ്റിലും ടോപ്പ് മോസ്റ്റ് ലെഫ്റ്റിലുള്ള അക്കാണിത്. ഏറ്റവും റൈറ്റിലുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യും, 2^0 എന്നുള്ളതാണ് അതിന് പ്ലേസ് വാല്യൂ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഡെസിമൽ ടു ബൈനറി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ആൻസർ കണ്ടത്. ഇത് 2ൻ്റെ പിന്നെ റൈസ് ടു ആണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്ലേസ് വാല്യൂ കണക്കാക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി, വേറെ ഒന്നും മനസ്സിലാക്കേണ്ട. നമ്മൾ ഏറ്റവും അറ്റടുത്തുള്ള നമ്പറിന് 2^0 കൊടുക്കുന്നു, അതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി 2^1 കൊടുക്കുന്നു, 2^2 കൊടുക്കുന്നു, 2^3 കൊടുക്കുന്നു, 2^4 കൊടുക്കുന്നു, 2^5 കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെസിമൽ നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, 1 × 2^5 പ്ലസ് 1 × 2^4 പ്ലസ് 0 × 2^3 പ്ലസ് 0 × 2^2 പ്ലസ് 1 × 2^1 പ്ലസ് 0 × 2^0. ഇതാണ് ഇതിൻ്റെ ഡെസിമലായിട്ട് ആൻസർ വരിക. ഓക്കെ, വളരെ സിമ്പിളാണ്. ഞാൻ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് കൺവേർഷൻ നോക്കും. നിങ്ങൾ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റ് എന്നാണ് നമ്മൾ പിന്നെ 2^0 അവിടെ നിന്നാണ് കണക്ക് കൂട്ടുക. അതായത് ലെഫ്റ്റ് നല്ല കൗണ്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റുള്ള നമ്പർ ഏതാണോ അതിന് 2^0 കൊടുക്കും. അതിന് തൊട്ട് മുമ്പുള്ള നമ്പർക്ക് 2^1, 2^2, 2^3 അങ്ങനെ ബാക്കിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ ഒരു ഇൻക്രിമെൻറ്റ് വരിക. ഇനി നോക്കൂ, എല്ലാ നമ്പറും നിങ്ങൾക്ക് എത്ര നമ്പറുണ്ടോ അതൊക്കെ 2^n വെച്ച് നമ്മൾ കൗണ്ട് ചെയ്യും. n എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇതാ 1001 എന്നാണ് നമ്പർ വെച്ചാൽ ഇതാണ് ഏറ്റവും റൈറ്റിലുള്ളത്, ഇതാണ് ഏറ്റവും ലെഫ്റ്റിലുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് പിന്നെ 1 ആണെങ്കിൽ 2^0 കൊടുക്കുക. ഓക്കെ, 2^0 ഇവിടെ എന്താണ് 2^1, 2^2, 2^3
ഓക്കെ. ഈ 2 3 1 2^1 2^2 2 ഈ റൈസ് ടു വരുന്നതൊക്കെ എന്താണ്, അതിൻ്റെ പൊസിഷനാണ്, എവിടെയാണ് ഈ നമ്പർ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. ഓക്കെ. എന്നിട്ട് ഇതൊക്കെ ഈ നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഡെസിമൽ വാല്യൂ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഡെസിമൽ വാല്യൂ കിട്ടും എന്നുള്ളതാണ്. നമുക്കൊരു പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു ഇത് ചെയ്ത് നോക്കാം, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ 1110112 എന്നുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെസിമലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. 1011 എന്നാണ് നമ്പർ. ഓക്കെ, 1011 എന്നുള്ള നമ്പർ നമ്മൾ ഏതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്, ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടി സിമ്പിളാണ്. ഏറ്റവും അറ്റത്തുള്ള നമ്പർ എന്ത് ചെയ്യാം, 2^0 എന്നുള്ള വാല്യൂ കൊടുക്കുക. അതിന് തൊട്ട് മുമ്പുള്ള നമ്പറിന് 2^1, അതിന് തൊട്ട് മുമ്പുള്ള നമ്പറിന് 2^2, അതിന് തൊട്ട് മുമ്പുള്ള നമ്പറിന് 2^3. എന്നിട്ട് ഈ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ ഈ പ്ലേസ് വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നോക്കൂ നിങ്ങൾ, 1 × 2^3 പ്ലസ്, ശ്രദ്ധിക്കുക, 0 × 2^2 പ്ലസ്, ശ്രദ്ധിക്കുക കേട്ടോ, അത് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, പ്ലസ് 1 × 2^1 പറയുന്ന 2^1 പ്ലസ് 1 × 2^0. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ചെയ്തേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ഉത്തരങ്ങൾ കിട്ടും. ഓക്കെ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പ്ലേസ് വാല്യൂ കണക്കാക്കിയിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് ഇൻറ്റു ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 2^3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഇവിടെ 8 എഴുതി. 2^2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2^2 4 ആണ്. 2^1 2 ആണ്. 2^1 എപ്പോഴും ഏത് നമ്പർ (1) എപ്പോഴും ആ നമ്പർ തന്നെ ആയിരിക്കും. ഏത് നമ്പർ (0) എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ 10^0 ആണെങ്കിൽ 1 ആയിരിക്കും, 100^0 ആണെങ്കിലും 1 ആയിരിക്കും, 99^0 ആണെങ്കിലും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പറയും, നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാൽക്കുലേഷനാണ് വരുന്നത്. ഇവിടെ 1 ആണ്, അതുകൊണ്ട് 1 × 8 ആണ്. ഇവിടെ 0 ആണ്, അപ്പോൾ 0 × ഇവിടെ എന്താ കിട്ടി, 4. അപ്പോൾ 0 × 4 0. ഇവിടെ 1 ആണ്, അപ്പോൾ കൺവേർട്ട് ചെയ്യാനുള്ള നമ്പറാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കൺവേർട്ട് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1 × 2 എത്രയാണ്, 2. ഇനി 1 × 1 എത്ര, 2^0 ആണല്ലോ. 1 × 1 1. എന്നിട്ട് ഈ നമ്പേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയുള്ള നമ്പേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 11 കിട്ടും. അപ്പോൾ 11 ആണ് എന്ത്, ഇതിൻ്റെ ഒരു ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 11 ആണ് ഇതിൻ്റെ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അതിൽ പഠിക്കുക, വല്ലാതെ ഡീറ്റെയിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. ജസ്റ്റ് ഇത്തരത്തിലുള്ള ബേസ് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. ഇനി ബൈനറി ഫ്രാക്ഷൻസ് ടു ഡെസിമലാണ്. ബൈനറി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പോയിൻ്റ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡോട്ടൊക്കെ വരുന്നത് അല്ലേ, ഇടയിൽ ഡിവൈഡൊക്കെ വരുന്നതാണ് അല്ലേ. അതും ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഫ്രാക്ഷൻ ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മൾ ഓരോ ഡിജിറ്റ് എന്ത് ചെയ്യണം, 2^-1 അല്ലെ 2^-n വെച്ചിട്ടാണ് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതാ, അപ്പോൾ ഒരു നമ്പർ എത്ര ഇവിടെ തന്നിട്ടുള്ളത്, 0. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കുകയാണ് നല്ലത് കേട്ടോ. 0.101 എന്നാണ് ക്വസ്റ്റ്യൻസ് അല്ലേ, 0.101. ആ പോയിൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, സാധാ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇത് ബൈനറിയാണ്. ബൈനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 2 നമ്പർ വെച്ചിട്ട് 1ഉം 0ഉം വെച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ് ബൈനറി. അത് നമ്മൾ സാധാ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതാ, ഇതിൻ്റെ പ്ലേസ് വാല്യൂ നോക്കൂ നിങ്ങൾ, 101ൻ്റെ പ്ലേസ് വാല്യൂ നോക്കൂ നിങ്ങൾ. ഇതിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പിന്നെ പോയിൻറ്റിന് ശേഷം വരുന്ന നമ്പറാണെങ്കിൽ ഡയറക്റ്റ് നമ്പറാണ്. ഇപ്പോൾ 1 എന്താണ്, -1. ഓക്കെ,
ഈ പോയിൻറ്റിന് ശേഷം വരുന്നുണ്ട്, ഇത് -2 അതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ, അതായത് പോയിൻറ്റിന് ശേഷം എത്ര നമ്പർ വന്നാലും അത് -1 എന്നാണ് നമ്മൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, -1 -2 നേരത്തെ റൈറ്റ് മോസ്റ്റ് എന്നല്ല സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ സാധാ നമ്പറിങ് തന്നെയാണ്, മൈനസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ നമ്പർ ചെയ്യുക. അതാണ് അതിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പോൾ 2⁻⁻1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2⁻⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്, ഇപ്പോൾ x⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x⁻n എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 1/x⁻n എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇവിടെ 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/2 എന്നാണ്. 1/2 എന്നാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, 2⁻1. ഓക്കെ, അപ്പോൾ 1/2n n അല്ല 1 അല്ലേ, 2⁻1. അപ്പോൾ 2 ഏത് സംഖ്യ ആണെങ്കിലും എന്താണ് ആ സംഖ്യ തന്നെയാണ് അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, അതെടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, നേരെ റെസിപ്രോക്കലാവും. ആ റെസിപ്രോക്കലാകുമ്പോൾ 1/2 വരും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതായത് 2⁻1 എന്ന് പറയുന്ന സംഖ്യ 1/2 എന്ന രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, 1/2 എന്ന് പറയുന്ന സംഖ്യ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, പല ആളുകൾക്കും സംശയമുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 1/2 ഇത് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? 0.5 ആയിരിക്കും. ഓക്കെ, 0.5 ആണ് നിങ്ങൾക്ക് കിട്ടുക. 1/2 ആണ്, സോറി 1/2 ആണ് അല്ലേ. 2 1ൽ എത്ര പ്രാവശ്യം പോവില്ലല്ലോ, 0. എടുക്കുക, എന്ത് ചെയ്യുക, ഒരു ഇതിട്ട് കൊടുക്കാം അല്ലേ, നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, അത് ചെയ്യാം. അതായത് 1/, അത് ഞാൻ ചെയ്തു തരുന്ന ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതാ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്തു തരാം. 2 എന്നുള്ളത് ചെയ്യാം, 1 അല്ലേ, 0 × 2 0, 1 എടുത്ത് എഴുതുക. ഇനി ഇവിടെ ചെയ്യാം, ഇവിടെ പോയിൻ്റ് വരും അല്ലേ, മോളിൽ പോയിൻ്റ് വരും. 10 10ൽ എത്ര പ്രാവശ്യം പോകും? 5 അല്ല 2 5 പ്രാവശ്യം, 5 × 2 10 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അത് അത് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയാണ് അത് 0.5 വന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാ പ്ലേസ് വാല്യൂ സിസ്റ്റം ആണെങ്കിൽ, അതായത് സാധാ പോയിൻ്റ് ഒന്നും ഇല്ലാത്ത 1 0 1 1 1 0 1 അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്പറിങ്, അതായത് പ്ലേസ് വാല്യൂ കണക്കാക്കേണ്ടത് ഈ ഒരു റൈറ്റ് മോസ്റ്റ് എന്നാണ്. 0 2⁻1 2⁻2 2⁻3 2⁻4 2⁻5 എന്നിട്ട് 1 × 2⁻5 പ്ലസ് 0 × 2⁻4 പ്ലസ് പിന്നെ 1 × 2⁻3 പ്ലസ് 1 × 2⁻2 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0. ഇതാണ് സാധാരണ ഡെസിമൽ കാണുക. ഇനി ഇത് വരുന്നത് ഫ്രാക്ഷൻ വരുന്ന ഡെസിമൽ കാണുന്നത് എന്താണ്, ഞാൻ നേരത്തെ ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഇപ്പോൾ 0.1001 എന്നുള്ള നമ്പറാണ് എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ഇത് കാണേണ്ടത് ഇവിടെ നിന്നാണ് തുടങ്ങുക. 2⁻1 2⁻2 2⁻3 മൈനസ് ഉണ്ട് കേട്ടോ. 2⁻4 2⁻5 ആ രീതിയിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ബൈനറി വെച്ചിട്ട്, ഈ ബൈനറി ഡിജിറ്റ്സ് പോയിൻറ്റിന് ശേഷം എന്നുള്ള ബൈനറി ഡിജിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളിത് പിന്നെ ഇൻറ്റു ചെയ്യണം. അതായത് ഈ 2 ഇതിൻ്റെ പവർ ഉണ്ടല്ലോ, പവർ നമ്മൾ പിന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്തണം. പവർ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കിട്ടിയിട്ട് ആ ആൻസർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. അതെങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ 2⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസർ വരിക
25 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, 1/8 ആണ്. 2 × 2 × 2 1/8 ആണ്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 0.125 ആണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതൊരു പിന്നെ ഒരു 5, 6 വരെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ്. അതായത് 2⁻⁻1 = 2⁻2 2⁻3 എന്നുള്ളത് നിങ്ങൾ എക്സാമിനൊന്നും പോയിട്ട് ചെയ്യാൻ നിൽക്കണ്ട. അത് കാണാതെ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. അത് ഡയറക്റ്റ് എടുത്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് ആ നമ്പേഴ്സ് എന്താ നമ്മൾ ചെയ്തത്? വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. അതിൻ്റെ ബേസിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്നിട്ട് ആ നമ്പർ നമ്മൾ എന്ത് ചെയ്തു? ബൈനറി കൊണ്ട് ഇതിൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്തു? ബൈനറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ബൈനറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തു. ആ നമ്പറാണ് നമുക്ക് എന്ത് ചെയ്തത്? ഡെസിമലായിട്ട് കിട്ടിയത്. ഓക്കെ, ആ നമ്പറാണ് നമുക്ക് ഡെസിമലായിട്ട് കിട്ടിയത്. ഓക്കെ, സിമ്പിളാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. അതിങ്ങനെ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുക കേട്ടോ. ഇനി പിന്നെ ബൈനറി നമ്പേഴ്സ് വിത്ത് ഇൻറ്റിജർ ഫ്രാക്ഷണൽ പാർട്ടാണ്. അതായത് പിന്നെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടും ഇൻറ്റിജർ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നോക്കാം. ഇതാ ഇപ്പോൾ ഒരു നമ്പർ എടുക്കാം. ഇതാ ഇവിടെ സ്റ്റെപ്പ് 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1101.011 എന്നുള്ള നമ്പറാണ് വിചാരിക്കുക. അല്ലെങ്കിൽ അതാ ഇവിടെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് അതാ 1101.011 എന്ന നമ്പറാണ് വിചാരിക്കുക. അതിനെന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1101 എന്നുള്ളൊരു നമ്പറും 0.001 എന്നുള്ളത് നമ്പറാക്കുക. അതായത് പോയിൻറ്റിന് ശേഷമുള്ളത് നമ്പർ വേറെയും പോയിൻറ്റിന് മുമ്പുള്ള നമ്പർ വേറെ ആക്കുക. അതായത് ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും സെപ്പറേറ്റ് ആക്കുക. ഇനി ഇൻറ്റിജർ എന്താണ്, ഫ്രാക്ഷണൽ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ ഇതിൽ 1101.011 എന്നുണ്ട്. ഇതാണ് എന്ത്? ഇൻറ്റിജർ പാർട്ട്. ഇതാണ് ഫ്രാക്ഷണൽ പാർട്ട്. പോയിൻറ്റിന് ശേഷം വരുന്നത് ഫ്രാക്ഷണൽ പാർട്ടും പോയിൻറ്റിന് മുമ്പ് വരുന്നത് ഇൻറ്റിജർ പാർട്ടുമാണ്. അത് രണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതാം അല്ലേ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ 1.5 എന്ന് പറയുന്ന നമ്പർ വേറെ ആക്കാൻ പറഞ്ഞാൽ 1 + 0.5 ഇതാണ് എന്ത്? 1.5. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ പോയിൻ്റ് വരുന്ന നമ്പർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പോയിൻ്റ് വരുന്ന ബൈനറി നമ്പേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? നമ്മൾ പവേഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പണിയുണ്ടല്ലോ. അതായത് റൈറ്റ് അക്ക നമ്പർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ 1101 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ ഇതിന് 2⁻0, ഇതിന് 2⁻1, ഇതിന് 2⁻2, ഇതിന് 2⁻3. അപ്പോൾ 1 × 2⁻3 8. ഓക്കെ, ഇവിടെ ഉണ്ട്. ഈ ഒരു പവർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അതായത് ഇവിടെ പറയുന്നുണ്ട് 1 × 2⁻3 ഇതാണ് ഇവിടെ. 1 × 2⁻2, 0 × 2⁻1. 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ നമ്പർ ആയിരിക്കും. പിന്നെ 1 × 2⁻0 അതായത് 1. അപ്പോൾ എന്ത് ചെയ്യാം? 8 + 4 + 0 + 1 13. അതാണ് എന്ത്? ഇൻറ്റിജർ പാർട്ട്. ഓക്കെ, ഇൻറ്റിജർ പാർട്ട് അതാണ്. ഇനി ഡെസിമൽ പാർട്ടാണ്, രണ്ടാമത്തെ ഫ്രാക്ഷണൽ പാർട്ടാണ്. അതെങ്ങനെ നോക്കാം. അത് നമ്മൾ ആദ്യം ചെയ്തില്ലേ, അല്ല രണ്ടാമത് ചെയ്തില്ലേ, അതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഡെസിമൽ പോയിൻ്റ് എപ്പോഴും എന്ത് ചെയ്യണം? 0 വരുന്ന നമ്പർ, ഇപ്പോൾ 0.1101 എന്നൊക്കെ ആണെങ്കിൽ എന്താണ്? 2⁻1, 2⁻2, -2, 2⁻3, 2⁻4 എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ക്ലാസ് വീണ്ടും കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, 0 × 2⁻1 അതാണ് ഇവിടെ. 2⁻1 എന്താണ്? 0.5 ആണ് അല്ലേ? അപ്പോൾ 0 × എന്ത് ചെയ്താലും 0 ആയിരിക്കും. 1 × 2⁻2 ഞാൻ പറഞ്ഞില്ല, അത് കാണാതെ പഠിക്കട്ടെ. ഈ സാധനം കാണാതെ പഠിച്ചു പോവുക. 2⁻1 എന്താണ്? അപ്പോൾ ചെയ്യാൻ നിൽക്കരുത്. 2⁻2 എന്താണ്? ചെയ്യാൻ നിൽക്കരുത്. ഒരു 8 വരെ നിങ്ങൾ എന്ത് ചെയ്യാം? 8 വരെ ഒന്നും വേണ്ട, ഒരു 5 വരെ നിങ്ങൾ കാണാതെ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ 2⁻2 എന്താണ്? 0.25. അപ്പോൾ 1 × 0. ഇനി ഇതാണ് ഇതിൻ്റെ 1 × അപ്പോൾ 1 × ഇത്
ഇത് ആഡ് ചെയ്യാം. അതായത് 0 പ്ലസ് 0.25 പ്ലസ് 0.125. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് എന്ത് കിട്ടി? ഇൻറ്റിജർ പാർട്ട് കിട്ടി. ഇപ്പോൾ എന്താ കിട്ടി? നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടും കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ചെയ്യേണ്ട വർക്ക് എന്താ? 13 പ്ലസ്, അതായത് ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് വളരെ എളുപ്പത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വേണ്ട. അപ്പോൾ ഇത്തരമുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യുക. ഇത് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്? ഈ റൈറ്റ് അല്ലേ, ഇപ്പോൾ 1001 എന്നുള്ളതാണെങ്കിൽ 2⁻0 കൊടുക്കുക ഇതിന് പവർ. ഇത് 2⁻1 കൊടുക്കുക, ഇത് 2⁻2 കൊടുക്കുക, ഇത് 2⁻3 കൊടുക്കുക. അപ്പോൾ 1 × 2⁻3 പ്ലസ് 0 × 2⁻2 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ? പോയിൻ്റുള്ള ക്വസ്റ്റ്യനാണ്. പോയിൻ്റുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. 111.0.1 ആണ് അല്ലേ? അതെന്താണ്? ഇത് ഈ പാർട്ട് നോർമൽ രീതിയിൽ ചെയ്യാം. ഇതെന്താ ചെയ്യേണ്ടത്? 1 × 2⁻1, അതായത് 2⁻1 എന്ന് പറഞ്ഞാൽ 1 × 0.5. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്താവും ആൻസർ? ഇതിൻ്റെ ചെയ്തിട്ട് പ്ലസ് ചെയ്യുക. ഇത് രണ്ടെണ്ണം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ ഓക്കെ, ഇത് അതേപോലെ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നതൊക്കെ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടൈം എടുത്ത് പറഞ്ഞതാണ്. ഇത് പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കാണാതെ പഠിക്കുക. പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബൈനറി ഫ്രാക്ഷനിൽ 2 തരത്തിലാണ് നമ്മൾ പ്ലേസ് വാല്യൂ. നമ്മൾ മുമ്പൊക്കെ കാൽക്കുലേഷൻ ചെയ്തത് 2ൻ്റെ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടും ഗുണിതം വെച്ചിട്ടുമാണ് അല്ലേ? പോയിൻ്റ് വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലാത്തത് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ആൻസർ കിട്ടിയത്. അതായത് ഡെസിമൽ ഫ്രാക്ഷന് ബൈനറി ആക്കാൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 തരത്തിലാണ്. അതായത് ഒന്നാമത് പോയിൻ്റ് വരാത്ത ക്വസ്റ്റ്യൻസിനൊക്കെ, അതായത് ഫ്രാക്ഷൻ ഇല്ലാത്തതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് അടിസ്ഥാനപ്പെട്ടിട്ട് 2ൻ്റെ വാല്യൂ കൊടുക്കുന്നു. അതായത് ഏറ്റവും അറ്റത്തുള്ളതിന് 2⁻0, പിന്നെ എന്ത് ചെയ്യുന്നു? 2⁻1, 2⁻2, 2⁻3 എന്ന രീതിയിൽ നമ്മൾ ഇത് കൊടുക്കുന്നു, പ്ലേസ് വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് ആ പ്ലേസ് വാല്യൂ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ 1 ആണിച്ചാൽ 2 × 2⁻3 പ്ലസ് 0 × 2⁻2 അങ്ങനെ ആഡ് ചെയ്തിട്ട് അതാണ് ഡെസിമലായിട്ട് വരിക. ഇനി ഇത് വരുന്നത് ഏത്? പോയിൻ്റ് വരുന്നതാണെങ്കിൽ ഇപ്പോൾ 0.1001 ആണെങ്കിൽ ഇതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 × 2⁻1. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 0 × 2⁻2. ഇതിൻ്റെ എന്താണ്? 0 × 2⁻3. ആ രീതിയിൽ ചെയ്യുക. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 0 × 2⁻3 പ്ലസ് 1 × 2⁻3. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫ്രാക്ഷൻ ക്വസ്റ്റ്യനും കിട്ടും. ഓക്കെ, ഇതാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.